നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഡിസ്കൗണ്ട് സാരീസ് കാണാം. കുറേ ദിവസങ്ങളായിട്ട് ഡിസ്കൗണ്ട് ഐറ്റംസ് മാത്രമേ കാണിക്കുന്നത്. 8-10 പീസേ കാണിക്കുന്നുള്ളൂ. ഓണത്തിൻ്റെ കളക്ഷൻസ് ധാരാളമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ഡിസ്കൗണ്ട് ഐറ്റംസ് ഒത്തിരി ആവശ്യക്കാരുണ്ട്. ഒത്തിരി പേർക്ക് താല്പര്യമാണ്. കാരണം ഡെയിലി പോകുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ വേണ്ടേ ബഡ്ജറ്റ് റേറ്റിൽ കിട്ടുമ്പോൾ. അപ്പം വളരെ കുറച്ച് സാരിയുള്ളൂ. 10-12 കൂടുതൽ എണ്ണം കൂടുതലില്ല. ഇതെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ. വളരെ ചുരുക്കം എണ്ണത്തിന് മാത്രമേ ഒന്നിലധികം പീസസ് ഉള്ളേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതെല്ലാം പറയുന്നതാണ്. ഇതാ നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി. ഇങ്ങനത്തെ ഒരു വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു നെറ്റ് എന്ന് പറഞ്ഞ വാക്കിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റഫ് അറിയാൻ വേണ്ടി മാത്രം. നെറ്റ് എന്ന് ഒരിക്കലും പറയത്തില്ല. ഇതാണ് ഇതിന്റെ ട്രാൻസ്പെറൻസി. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നെറ്റിൽ ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻ ആ ഒരു നെറ്റിന്റെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ഇതാണ് ബോഡി ഫുള്ള് പ്ലെയിനാ. ഇനി പ്ലെയിനിങ് എവിടെ നിന്ന് കിട്ടിയ വാക്കാണ്? പ്ലെയിനാ. ഇത് കണ്ടോ, നല്ലൊരു പീച്ച് ഷെയ്ഡ്. എന്നിട്ട് അതിന് ചേരുന്ന അതായത് പ്ലെയിൻ ഇത് വരുമ്പം അതിന് ചേരുന്ന വർക്കുള്ള ബ്ലൗസിൽ ഇങ്ങനെ ഈ ഒരു കലങ്കാരി പ്രിന്റും പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹക്കോബയുടെ കായിലേക്ക് വരുമ്പോൾ ഹക്കോബയുടെ ഒരു വർക്കും പോയിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ്. ഒരു ഡിസൈനർ സാരി ഉടുക്കുന്ന ഒരു ഇതിൽ നിങ്ങൾക്ക് ഉടുക്കാം. ബോഡി പ്ലെയിനും ബ്ലൗസ് വർക്കുമായിട്ട്. ഇതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട്. ഈ ബ്ലൗസൊക്കെ നിങ്ങൾക്ക് വേറെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് നമുക്ക് കേരള സാരിക്കൊക്കെ നല്ലതാണ്. നിങ്ങളൊരു വെറൈറ്റി ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഈ പീച്ച് കളറുള്ള കരയോ അല്ലെങ്കിൽ ഈ പീച്ച് കളറുള്ള ഇപ്പം മൽക്കോട്ടൻ്റെ ഒക്കെ ഇഷ്ടം പോലെ കേരള സാരീസ് ഉണ്ടല്ലോ. നമുക്ക് കുറേ വന്നിട്ടുണ്ട്. കണ്ട കുട്ടിയാവും. അങ്ങനത്തെ സാരീസിന്റെ കൂടെ ഇങ്ങനത്തെ ബ്ലൗസ് പെയർ ചെയ്യുമ്പം നമുക്കൊരു എല്ലാവരും ഞാൻ ഏത് വെറൈറ്റി ലുക്കിൽ പോകും എന്നുള്ളതല്ല എല്ലാവരുടെയും ഒരു എന്നാ പറയുന്നത് ഒരു ഇത് എന്ന് പറയും ഒരു സാധനം. ഇത് കണ്ടോ, ഇതിൽ ഇങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട് ഈ കൈയുടെ അവിടെ. ഇത് എല്ലാം വന്നേക്കുന്ന എല്ലാ സാരിയിലും ഉണ്ട്. ഇത് ഡാമേജ് ആണോ ഇതിങ്ങനെ ആണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് തയ്ക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൈ വെട്ടുന്നവരോട് തയ്ക്കാൻ പറഞ്ഞാൽ മതി. ഇതിന്റെ പേരിൽ ഇത് റിട്ടേണോ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. കാര്യം നമ്മൾ ഷോപ്പിൽ ഇത് വെച്ചിരിക്കുന്ന ഐറ്റമാണ്. ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തുള്ള ഇതിൽ നിന്നാണ് ഇത് കാണിക്കുന്നത്. ഈ കസ്റ്റമേഴ്സിന് ഇത്രയും നാളും ഇതിന്റെ ബാക്കി കളേഴ്സ് ആകെ 2 കളറും കണ്ട് ഇപ്പോൾ ഉള്ളൂ. അത് കൊടുത്തത് മുഴുവനും ബാക്കി 8 കളറും കണ്ടുണ്ടായിരുന്നു ഒരു സെറ്റില്. അത് കൊടുത്തത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് 899 ആണ്. ഇപ്പോഴത്തെ റേറ്റ് 6 ആണോ 5 ആണോ? 699. ഞാൻ ഇതിൽ കൂടെ നോക്കുമ്പോൾ അറിയാമല്ലോ. സ്ക്രീന് കറക്റ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഒരു ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഈ റേറ്റ് പോയി തപ്പി പിടിക്കുന്ന. അതിൻ്റെ തന്നെ ആഷ് കളർ കണ്ടോ. അതിന് വരുന്ന കോമ്പിനേഷൻ ഇതാണ് കണ്ടോ. വിത്തേലും ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ആ ഒരു പ്രിന്റ് പിടിക്കാതെ കണ്ട് പോകുന്ന ഇങ്ങനെ വീവ് ചെയ്തെടുക്കുമ്പോഴേ അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നതാണ് ഹക്കോബയുടെ. റേറ്റ് സെയിം. ഇതിന്റെ തന്നെ വേറെ നെറ്റിന്റെ പാറ്റേണിൽ ഒരു വ്യത്യാസമുള്ളത് ഒരെണ്ണമുണ്ട്. അതിന്റെ കലങ്കാരിയ ബ്ലൗസ്, പക്ക കലങ്കാരിയ ബ്ലൗസ്. ഇത് കണ്ടോ, ഇതാണ് പാറ്റേൺ. അതിന്റെ വേറൊരു ഇങ്ങനെ ഒരു ഷേപ്പായിരുന്നു. ഇതിന്റെ ഇങ്ങനെ ഒരു നിറച്ചുള്ള ഒരു ഷേപ്പ്. റേറ്റ് സെയിം ആണോ നോക്കട്ടെ. റേറ്റ് വ്യത്യാസമുണ്ട്. ഇതിന് 799 ഉള്ളൂ. അപ്പം ഇതിന്റെ വില 599 കേട്ടോ. ആന്ന് തോന്നുന്നു. സ്ക്രീനിലുണ്ട്, അത് നോക്കിയാൽ മതി. കുഞ്ഞായിട്ടാണ് എഴുതിയേക്കുന്നത്. അതിനകത്ത് പല കോഡും ബാർകോഡും അതും ഇതും എല്ലാം കൂടി. ഇതിന് വരുന്ന ബ്ലൗസ് ഇതാ, ഈ ഒരു കലങ്കാരി ബ്ലൗസ് ആണ് ഇതിന് പെയറായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഇതൊന്നും എടുത്ത് നോക്കും. ഇത് ഡോളയുടെ സാരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഡിസ്കൗണ്ട് സെയിലിൽ കാണിച്ചപ്പോൾ എല്ലാവരും അത് പെട്ടെന്ന് ഇന്നലെ ഈ പറഞ്ഞ പോലെ ഒരു കുർത്തി കാണിച്ചപ്പോൾ ആ കുർത്തി തന്നെയാണ്. അതെന്നറിയോ, ഒരു ഡാമേജ് ഉള്ള ഒരു കുർത്തി. അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നെന്ന് പറഞ്ഞു. എന്തോരം പേരാണോ ആ കുർത്തി ചോദിച്ചേക്കുന്നത്. ആ കുർത്തി ഡാമേജ് ആന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് നല്ല ഭംഗിയാണ്. നല്ല രീതിക്ക് തയ്ക്കാൻ അറിയാവുന്നവർക്ക് അറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാരി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡോളയുടെ സാരിയാ. സിൽക്ക് എന്ന് പറയുന്നില്ല. ഡോള എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ ബനാറസി ബോർഡർ, ഇവിടേക്ക് വരുമ്പോൾ ഒരു ഷിഫോൺ, ഒരു ജോർജറ്റിന്റെ ടൈപ്പ് ഓഫ് സ്റ്റഫാണ് ഡോള സിൽക്ക് എന്ന് ഞാനിതിന് പറയുന്നത്. ഡോള സിൽക്ക് എന്നും പറഞ്ഞാൽ ഇത് വരുന്നത്. പക്ഷെ ഇത് സിൽക്ക് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല. ഇത് ഒരു ജോർജറ്റിന്റെ സ്റ്റഫാണ്. ഇവിടെ ബനാറസി ബോർഡറും, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ ഇങ്ങനെ. ഇനി മുന്താണി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, മറന്നുപോയി.
ഇങ്ങനെ വരും മുന്താണി കേട്ടോ. ബ്ലൗസ് ഇതുണ്ടോ പ്ലെയിന്. ഈ ക്രേപ്പിൻ്റെ ഇല്ലേ, ക്രേപ്പ് ജോർജറ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഫാണ്. ബനാറസിയുടെ ബോർഡറുമായിട്ട് ഇങ്ങനെ മുന്താണി വരും. നല്ല കോൺട്രാസ്റ്റ്. അതായത് ഈ സാരിയുടെ ഞാൻ ഇപ്പൊ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യമാണ്, കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, നല്ല വിലപിടിപ്പുള്ള സാരി. വൺ പ്ലീറ്റ്സ് ആയിട്ട് ഇടണമെങ്കിൽ ഇപ്പൊ ബനാറസി സാരി വാങ്ങിച്ചാൽ വൺ പ്ലീറ്റ് ആയിട്ട് അല്ലാതെ ഇടാൻ പറ്റൂലോ, അങ്ങനെ വീതി ബോർഡർ വരുമ്പോൾ പൊക്കക്കുറവ് തോന്നിക്കോ, വണ്ണക്കൂടുതൽ തോന്നിക്കോ, ഇങ്ങനെയൊക്കെ ലേഡീസിന് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒറ്റ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുക്ക ഫീൽ ചെയ്യുന്ന സാരിയാണ്. നല്ല ഒതുക്ക ഫീൽ ചെയ്യും, നമുക്ക് നല്ല കംഫർട്ടുമാണ്. ഒറ്റ പ്ലീറ്റ് ആയിട്ട് എന്നാൽ ട്രാൻസ്പെറൻറ്റും അല്ല, അങ്ങനെ ഒരു സാരി കേട്ടോ. നല്ല ഇത് ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ. ഇനി റേറ്റ് കൂടെ ഞാൻ പറയാവേ. ഇതിന്റെ വിലയില്ലേ 1599 ഇപ്പോഴത്തെ വില 1190 കേട്ടോ. ഇത് ഈ ക്രേപ്പ് ബനാറസി എന്ന് പറയുന്നത് പ്യുവർ ക്രേപ്പ് ബനാറസി എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷെ ക്രേപ്പ് ബനാറസിന്റെ ഒരു മോഡലാണ്. ബോർഡർ പക്ക ബനാറസി ബോർഡർ തന്നെയാണ്. ബോഡി ഈ ഒരു ബോഡി ഭാഗം വരുമ്പോൾ ഒരു ക്രേപ്പിന്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം. അടുത്ത കളർ ഇത് തീപ്പെട്ടി കളർ, നല്ലൊരു കളറാട്ടോ, നല്ലൊരു കോമ്പിനേഷൻ. നല്ല തീപ്പെട്ടി കളറും എന്നിട്ട് അറ്റത്ത് പീക്കോക്ക് ബ്ലൂ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബ്ലൗസ് വരുമ്പോൾ പീക്കോക്ക് ബ്ലൂ വരും. എന്താണ് ഇത് ഞാൻ ആദ്യം കാണിച്ചല്ലോ, ഇതാണ് ബ്ലൗസ്. ബ്ലൗസിന് നല്ല വശം കാണിക്കും. ഇതാണ് ബ്ലൗസ്. നല്ല രസമായിരിക്കും. ബഡ്ജറ്റ് റേറ്റിലാണ്, ഭയങ്കര ബോഡി കംഫർട്ടാണ്. ഇതിന്റെ താഴത്തെ ബോർഡറാണ് ഇത്. മുകളിലത്തെ ബോർഡറിന് ഇത്രയും വീതിയില്ല, താഴത്തെ ബോർഡറാണ് ഇത്. നല്ല രസ. സാരി ഫോൾ വെക്കണം ഇതിന്. സാരി ഫോൾ വെച്ചാലേ ഭംഗി കിട്ടൂലേ. ഞാൻ ശരിക്കും പറയുക, സാരി ഫോൾ വെക്കണം. സാരി ഫോളും കൂടെ ഒക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല ബോഡി ഷേപ്പ് ഒക്കെ കിട്ടുമെന്ന് അറിയാവോ. അടുത്ത കളർ ഇതേണ്ട ഇത് വൈനാണ്, ഡാർക്ക് വൈനും നല്ല ഒരു ലീഫ് ഗ്രീൻ, മറ്റേ ഗ്രീഫ് ഗ്രീൻ എന്ന് പറയാം, ഒരു പാരറ്റ് ഗ്രീൻ്റെ ഒരു ചെറിയൊരു വകഭേദം എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. ഇത് ഡാർക്ക് വൈൻ. ഇത് മുന്താണി കാണിച്ചല്ലോ, ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസിന്റെ ഏത് സൈഡിലത്തെ ബോർഡർ വേണേലും വെക്കാം. ചെറിയ സൈഡിൽ ചെറിയ ബോർഡർ വേണേൽ അതും വെക്കാം, വലിയ ബോർഡർ വേണേൽ അതും വെക്കാം. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ. കണ്ടോ, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. എപ്പോഴും നമ്മൾ കണ്ടും അടുത്ത കോമ്പിനേഷൻസ് ചെയ്യുന്ന ഒരു വ്യത്യാസപ്പെട്ടല്ലേ. അടുത്തത് ഇത് കേട്ടോ. ഇതിലെ ഒരു ഇത്തേ കൂടെ ഒരു പിൻഡെക്സ് പോലെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം കണ്ടോ, ഇങ്ങനെ ഒരു അടിപ്പടിപ്പടിപ്പടിപ്പടിപ്പ് ഇങ്ങനെ പോയിരിക്കുക. ഒരു സോഫ്റ്റ് സിൽക്ക്. സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, നല്ല ഒഴുകിപ്പോകുന്ന ഇതല്ല, പക്ഷെ ഒരു സിൽക്കി, ഒരു ഗ്ലോ, അതാണ് പറയാനുള്ള സ്റ്റഫിന്. ഒരു സിൽക്കി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ കറക്റ്റ് പേര് പറഞ്ഞു തരാൻ എനിക്കും അറിയത്തില്ല. അങ്ങനെ പല സാധനങ്ങൾ വരുമല്ലോന്നേ. അപ്പം ഒരു ഗ്ലോയുള്ള ഒരു സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ഡാർക്ക് വയലറ്റ് ആണ്. ഇതേ കൂടെ ഇങ്ങനെ അടുപ്പിച്ച് കാണിക്കോ. ഇതുണ്ടോ, ഇങ്ങനെ ഒരു പിൻഡെക്സ് പോലെ ഇങ്ങനെ ഒരു അടിപ്പടിപ്പടിപ്പ് ഫുള്ള് ചെയ്തിരിക്കുവാണ്. നമ്മുടെ ഇപ്പൊ ഈ കാന്താവർക്കൊക്കെ ചെയ്യുന്ന പോലെ മാതിരി. ഇത് മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ നല്ല വയലറ്റ് കേട്ടോ, നല്ല ഭംഗി, ഒരു ഇഷ്ടം തോന്നിക്കുന്ന ഒരു വയലറ്റ്, നല്ലൊരു വയലറ്റ് ആയിട്ട് കൂടെ വൈറ്റ് ആണ്. ആ ഒരു 6 ആർക്ക് ഡിസൈൻ പോയിരിക്കുന്നത്. ഇതിന്റെ തന്നെ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ, വൈറ്റ് ബ്ലൗസ് അക്കോബാഡ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അജ്രക്ക് പോലത്തെ, അജ്രക്കിന്റെ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് മുന്താണിക്ക് വന്നിരിക്കുന്നത്. ഈ സാരി ഒറ്റ കളറേ ഉള്ളൂ, ഒറ്റ പീസേ ഉള്ളൂ. ഈ വില പറഞ്ഞിട്ട് വില 899, ഇപ്പോഴത്തെ വില 699. അടുത്തൊരു നല്ലൊരു ബനാറസി സാരി. ഞങ്ങൾക്ക് ഇതിന്റെ ഒത്തിരി കളറുകൾ ഉണ്ടായിരുന്നതാണ്. സിൽവർ വീവിങ് വരുന്ന, സിൽവർ ബൂട്ടാസും സിൽവർ വീവിങ്ങും വരുന്ന, കോൺട്രാസ്റ്റ് വരുന്ന നല്ല ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറ് കോമ്പിനേഷൻ. നല്ല ഭംഗിയാണ്. നല്ല വില കൂടിയ സാരിയുടെ, അതായത് ബനാറസി തന്നെയാണ് ഐറ്റം. മീൻസ് പ്യോർ ബനാറസി എന്ന് പറയാനൊക്കെ അല്ലെങ്കിലും ബനാറസി തന്നെയാണ് ഐറ്റം. ബനാറസി ബോർഡർ, ബനാറസി ബൂട്ടാസ്, പിന്നെ സിൽവർ ബൂട്ടാസ്, എല്ലാം വീവിങ് ആണ്, ഫുൾ വീവിങ് ആണ്. മുന്താണി വന്നിട്ട് മുന്താണി ഭയങ്കര രസം കേട്ടോ. കണ്ടോ നോക്ക്, നല്ല വില കൂടിയ സാരിക്ക് വരുന്ന ഒരു സ്റ്റൈൽ ഓഫ് മുന്താണിയാണ്. വില കൂടിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ വില 1500 അത്ര ഏതാണ്ട് റേറ്റ്, ഒറിജിനൽ റേറ്റ്. അത് കുറഞ്ഞ റേറ്റ് ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത്. 1500 രൂപ വിലയുള്ളവരും ഉണ്ട്, കുഴപ്പമില്ലാത്തവരും ഉണ്ട്, വിലയുള്ളവരും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഓരോരുത്തരുടെയും
ഇതിനനുസരിച്ച് വ്യത്യാസപ്പെടുമല്ലോ, വിലയും വില മതിപ്പും വിലക്കേടും ഒക്കെ അല്ലേ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാ. ഇപ്പൊ ഒരാൾക്ക് വിലയുള്ളത് നമുക്ക് വില ഇല്ലാത്ത സാധനങ്ങൾ വേറൊരാൾക്ക് ഭയങ്കര വിലയുള്ള സാധനമായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഒരു നല്ല വാക്കാണെങ്കിൽ പോലും നമ്മളത് പിശുക്കി വെച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അത് വേറൊരാൾക്ക് കിട്ടുന്നത് ഭയങ്കര വിലയുള്ള ഒരു സാധനമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുന്നത്, പോട്ടെ എന്നുള്ളൊരു വാക്കിന് പോലും ചില സമയത്ത് ഭയങ്കര എഫക്റ്റ് ഉണ്ട്. പക്ഷെ അത് പറയാൻ പോലും പിശുക്കും ഈഗോയും ഉള്ളവരാണ് മെജോറിറ്റി ആൾക്കാർ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അല്ലേ. ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ഈഗോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യൻ എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഭാഗം ആൾക്കാരും ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട്. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണമെന്നോ, ഇത്ര ചെറുതാകാനൊക്കെ ഒത്തിരി വളർന്നാലേ പറ്റത്തുള്ളൂ അല്ലേ. ഇതാണ് ഇതിന്റെ ബ്ലൗസ്. ബ്ലൗസിന്റെ കളറിന് ഇച്ചിരി എടുപ്പ് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കളർ തന്നെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിൽവർ ബ്രൊക്കേഡ് ബ്ലൗസ് എടുക്കാം. അല്ലെങ്കിൽ ബ്രൊക്കേഡ് ബ്ലൗസ് ഇട്ടാലും നല്ലതാ. ഇതിന്റെ കളർ കൂടിപ്പോയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു ഫംഗ്ഷൻ വേറെ സാരിയാണ്, ഇതിന് ആ ഒരു പകിട്ട് കിട്ടണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. 1599 ആണ് ഇപ്പോഴത്തെ വില. 1199. അടുത്ത സാരി കണ്ടോ, ഒരു കാശ്മീരി സിൽക്കിന്റെ ഒരു സാരിയാണ്. ഇതില് ഒരു നല്ലൊരു ഗ്ലോ ഉണ്ട്. ഇതിന് ബ്ലൗസ് ഇല്ല, ഇതിന് മുന്താണി ഇല്ല, ഇങ്ങനെ തന്നെയാണ് പ്ലെയിൻ സാരിയിൽ ഇങ്ങനെ ഒരു ടൈ ആൻഡ് ഡൈ പോലത്തെ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ചുങ്കിടി ഏതാ പറയാമോ, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡാർക്കും ബോഡിയുടെ ബേസ് കളർ ലൈറ്റ് പൗഡർ ബ്ലൂ, അതിന്റെ തന്നെ ഡാർക്ക് ഒരു ടീൽ ബ്ലൂവിന്റെ ഏകദേശം ഒരു കളർ വന്നിട്ട് ഇങ്ങനെ ഡിസൈൻസ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനത്തെ സാരിയൊക്കെ ഇട്ടിട്ട് നല്ല പേളുമാലയൊക്കെ ഇട്ട് പോയി ഡെയിലി വെയർ ആയിട്ടോ സെമി ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ ഇടാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുർത്തി തയ്ക്കാനോ ടോപ്പ് അടിക്കാനോ ഫ്രോക്ക് അടിക്കാനോ ഓണത്തിന് എന്നാ പറയുന്നത് ധാവണി സെറ്റ് തയ്ക്കാനോ ഒക്കെ നല്ലതാ. ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. വെറൈറ്റി ആയിട്ട് പ്രത്യക്ഷപ്പെടാം. ധാവണി തയ്ച്ചിട്ട് ധാവണിയുടെ സ്കേർട്ട് തയ്ച്ച് ഫ്രോക്ക് ധാവണി എന്താ പിന്നെ വരുന്ന ബ്ലൗസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഇടുവാണെങ്കിൽ നല്ലതാ. എന്തിനും നല്ലതാ. ആകെപ്പാടെ ഇത്രയും തുണി എന്ന് പറയുന്നത് എന്തിനും ഉപകരിക്കുന്ന 899 ആണ് ഇപ്പോഴത്തെ വില. 699 വലിയധികം ഭയങ്കരമായിട്ട് റേറ്റ് ഒന്നും കുറച്ചിട്ടില്ല. കാരണം ഇതൊക്കെ ഇരുന്നാലും ഡിമാൻഡുള്ള ഐറ്റമാണേ. പക്ഷെ 699 നല്ല സാരിയാണ്. ഇതാണ് അതിൻ്റെ മറ്റൊരു കളറ്. അതെ, ഇതിനൊക്കെ ഏതിനോ ഒന്നോ രണ്ടോ എണ്ണത്തിന് മാത്രം ഒന്നിലധികം പീസസ് ഉണ്ടെന്നറിയാം. ഏതിനാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ബാക്കി മജോറിറ്റിക്കും ലിമിറ്റഡ് പീസസേ ഉള്ളൂ. ഒലിവ് ഗ്രീൻ്റെ എന്നാ നല്ല രസമല്ലേ. ഞാൻ ചുമ്മാ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നതല്ല കേട്ടോ, എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നോക്കുമ്പോൾ നല്ലതാന്ന് പറയുന്നതെന്ന് തോന്നുന്നതല്ല ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ ഓരോന്നിനെ പറ്റി. കാശ്മീരി സിൽക്കിന്റെ ഒരു ടൈപ്പ് ഓഫ് സാരി കേട്ടോ. അടുത്തത് ഗ്രേയും ഉണ്ടോ. ഇതിന്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾ നോക്കിയേ, എന്നാ ഒരു ഭംഗിയാണ്. കണ്ടാൽ ഒരു വലിയ എടുപ്പൊന്നും തോന്നത്തില്ല. പക്ഷെ ഇത് ശരീരത്തോട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ. നോക്ക്, ബ്ലാക്ക് ബ്ലൗസ് ആണേലും മതി. എനിക്ക് ഈ ബ്ലാക്ക് ബ്ലൗസ് ബ്ലാക്ക് ഷോള് അങ്ങനത്തെ ഇടുന്നതിനോട് ഒരു ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. ഈ കറുത്ത ബ്ലൗസ് ഇടുന്ന ഒട്ടും ഇഷ്ടമില്ല. ഞാനത് ഒരു ലുക്ക് കളയും. അല്ലെങ്കിൽ ബനാറസിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ലുക്ക് കളയും എന്നുള്ളൊരു എന്തോ എനിക്ക് അങ്ങനെ ഒരു തോട്ടുണ്ട്. അപ്പം ബ്ലാക്കോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ ഒക്കെ ബ്ലൗസ് ഇടാം. പക്ഷെ ഇതിന് ബ്ലാക്ക് ബ്ലൗസ് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ അതും നല്ലതാ. റേറ്റ് പറഞ്ഞല്ലോ. ഇപ്പൊ കണ്ട സാരിയില്ലേ, അത് തന്നെ സെയിം സ്റ്റഫ്, ഡിസൈനിൽ മാത്രം വ്യത്യാസം. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ എന്ത് സാധനം തയ്ക്കാനും നല്ലതാ. പേസ്റ്റൽ കളർ, നല്ല പിസ്താഗ്രീന്റെ, നല്ല ശരീരത്തോട് നല്ല ഇഴുകി ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു സാരി കേട്ടോ. ചുമ്മാ സാരി എന്നാണ് ഞാൻ ഇതിന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് പ്രിന്റഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഒരു പ്രിന്റഡ് ബ്ലൗസ് എടുത്താൽ മതി. എന്നും എൻ്റെ ബ്ലൗസ് എൻ്റെ ഉടുപ്പായിട്ട് നല്ല അല്ലേ. പിസ്താഗ്രീനും തമ്മിൽ കൂട്ടായി. അപ്പോൾ ചുമ്മാ പോകുമ്പം ഉടുക്കാൻ, പള്ളിയിൽ പോകുമ്പോഴോ അമ്പലത്തിൽ പോകുമ്പോഴോ വെറുതെ പുറത്ത് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന കളറാട്ടോ. അടുത്ത് കാണുമ്പോൾ കളർ ഇച്ചിരി കൊണ്ട് ഡള്ളായിട്ടാ തോന്നുന്നത്. ഇപ്പൊ കാണുന്ന കളർ കറക്റ്റ് നല്ലൊരു കളറാട്ടോ. നല്ല കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളർ ഇഷ്ടപ്പെടും. പിസ്താഗ്രീൻ അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാ. ചുമ്മാ നമുക്ക് പെട്ടെന്ന് ഭാര്യ ഉടുത്ത് കൊണ്ടുപോകാം, ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുമല്ലോ. റേറ്റ് പറയാം. റേറ്റ് 699, ഇപ്പോഴത്തെ വില 499.
അടുത്തത് ഉണ്ട് അതിൻ്റെ തന്നെ ഒനിയൻ ഷെയ്ഡ്, സമാപന സമ്മേളനമാണ് അടുത്തത് ഒനിയൻ. ഇതും നല്ല, ഇത് നിങ്ങൾ ഇതിപ്പോൾ മടക്കി ഇങ്ങനെ കയ്യിലോട്ട് നിങ്ങളിപ്പം ഇത് ബുക്ക് ചെയ്തു, ഇങ്ങനെ വരുമ്പോൾ കൊറിയർ വരുമ്പോൾ ആകാംക്ഷയോടെ പൊട്ടിക്കുമ്പോൾ കളറൊന്നും നോക്കിയിട്ട് നിങ്ങൾ അന്നേരം ഒന്നും ഒരു തീരുമാനത്തിൽ പോകരുത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന് അകമ്പുറം ഉണ്ടോ? ഇല്ലല്ലേ, തോന്നല എൻ്റെ അല്ലേ, ഉണ്ടോ? നിങ്ങളില്ലേ ഇത് ഇതിൻ്റെതായ ബ്ലൗസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ കേട്ടോ. ചില സാരികൾ മടക്കി വെച്ചേക്കുന്ന കണ്ട ഒട്ടും ഇഷ്ടപ്പെടത്തില്ല നമുക്ക്, പക്ഷെ ആ സാരികൾക്കായിരിക്കും ഏറ്റവും ഭംഗി. കണ്ടോ, ഈ ഒരു കളർ മാത്രം നിങ്ങൾ നോക്കിയേ, പ്ലെയിനാ. ഇപ്പൊ ഈ 499 വിൽക്കുന്ന സാരിക്ക് വേണ്ടി ഞാൻ ഇത്രയും കിടന്ന് എന്ന് കിടന്ന് ഇങ്ങനെ വായിട്ട് അലക്കേണ്ടോ, എന്റെ എനർജി വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. പക്ഷെ നല്ലതായിട്ട് തന്നെ നല്ലതെന്ന് എന്റെ നോട്ടത്തിൽ നല്ലതാ, നിങ്ങളുടെ നോട്ടത്തിൽ എങ്ങനെയാണോ ആവോ എനിക്കറിയില്ല. അപ്പൊ ഒരു ഗ്രേപ്പിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളൊന്നുമില്ല, ക്യാൻസലേഷൻ ഇല്ല, അധികം പീസസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ 1, 2, 3 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ ഒന്നിലധികം പീസസ് ഉള്ള, ബാക്കിയെല്ലാം സിംഗിൾ പീസസ് ആണ്. അങ്ങനെ വരുന്നത് മാത്രമാണ് നമ്മൾ റിഡക്ഷൻ സെയിലിൽ കാണിക്കുന്ന. നമ്മുടെ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഈ മീൻസ് ഈ സെയിം സാരി എന്നല്ല, ഈ ഒരു ഓഫർ സെയിൽ സാരിക്ക്, കുർത്തിക്ക് ഏതെടുത്ത് പിക്ക് എനി വൺ 499, അതുപോലെ കുർത്തി ബൈ 1 get 1 ഫ്രീ, അതുപോലെ സാരി 50 to 70% ഓഫർ, ഷർട്ട് ഏതെടുത്താലും, പർട്ടിക്കുലർ ഐറ്റം അല്ല, സെലക്റ്റഡ് ഐറ്റം അല്ല, ഷർട്ടിൽ ഏതെടുത്താലും 499 ഉള്ളത്, ബ്രാൻഡഡ് ഷർട്ടുകൾ ഉൾപ്പെടെയുള്ള ഷർട്ടുകൾക്ക്. ടീഷർട്ട് ഏതെടുത്താലും ഹാഫ് പ്രൈസേ ഉള്ളൂ. ഇതെന്തോ വിദ്യ ഇതെല്ലാം കൂടെ വിറ്റ് തീർത്തിട്ട് എവിടെയെങ്കിലും പോവാണോന്നല്ല, പുതുമ വരണം, പുതുമ. എൻ്റെ സബല്ലായിക്ക് ആ ഒരു വയസ്സും കൂടെ കൂടുക ജൂലൈ 12-ാം തീയതി ആവുമ്പോൾ. അപ്പോൾ എപ്പോഴും പുതുമയോടെ ഇരിക്കണം, പുതിയത് വരണം, പുതിയ സാധനങ്ങൾ, അപ്ഡേഷൻസ്. ഞാനൊരു അപ്ഡേഷൻസിന്റെ ആളാണ്, എനിക്കത് വേണം. എന്ത് ഒരു കാര്യം ഡീഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അറിവിലാണെങ്കിലും നമ്മൾക്ക് നിസ്സാരമുള്ള ഒരു വാഹനത്തിലാണെങ്കിൽ പോലും അങ്ങനെ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്, ദൈവത്തിൻ്റെ അത് ഹിതം പോലെ. താങ്ക് യു.